ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ നൽകിയ അതിശക്തമായ തിരിച്ചടി. ലോകത്തെ ഞെട്ടിച്ച കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടി. സിവിലിയൻ മേഖലകൾ ഒഴിവാക്കി ഭീകരരുടെ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ ആക്രമണം. ഇങ്ങനെ നിരവധി സവിശേഷതകളുണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന്. ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എത്ര പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്? ആക്രമണ മേഖലകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ കനത്ത നാശം വിതച്ചതായി വ്യക്തമായിരുന്നു. ഇപ്പോഴിതാ ഔദ്യോഗികമായി തന്നെ കേന്ദ്ര സർക്കാർ ആക്രമണത്തിൻ്റെ തീവ്രത വെളിപ്പെടുത്തിയിരിക്കുന്നു. 100-ൽ കൂടുതൽ ഭീകരരെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വധിച്ചതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. വ്യാഴാഴ്ച കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളുടെ യോഗത്തിലായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. കൂടിക്കാഴ്ചയിൽ പ്രതിരോധ മന്ത്രി പറഞ്ഞത്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും തുടരുന്ന ഓപ്പറേഷനാണത് എന്നാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏതൊരു പ്രതികരണത്തിനും തിരിച്ചടി നൽകാൻ ഇന്ത്യയുടെ സേന പൂർണ്ണ സജ്ജമാണെന്നും പ്രതിരോധ മന്ത്രി പ്രതിപക്ഷത്തെ അറിയിച്ചു. മറ്റൊരു ആക്രമണം കൂടി ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ശത്രുവിൻ്റെ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയെ ചെറുക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും പ്രതിപക്ഷം സർക്കാരിനെ അറിയിച്ചു. അവർ പറഞ്ഞത് ഞങ്ങൾ കേട്ടു, ചില വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് അവർ പറഞ്ഞു. ഞങ്ങളെല്ലാവരും സർക്കാരിനൊപ്പമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സർവകക്ഷി യോഗം സൗഹാർദ്ദപരമായ രീതിയിലാണ് നടന്നത്. എല്ലാവരും പക്വത കാണിച്ചു. അഭിപ്രായ ഭിന്നതയൊന്നും ഉണ്ടായില്ല. കൂടിക്കാഴ്ചയെക്കുറിച്ച് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസാന്നിധ്യത്തിലായിരുന്നു യോഗം. രാജ്നാഥ് സിംഗിന് പുറമെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, വിവിധ കക്ഷി നേതാക്കൾ എന്നിവരും പങ്കെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള അതിർത്തിയിലെ സ്ഥിതിഗതികളും യോഗം ചർച്ച ചെയ്തു. പ്രധാനമന്ത്രിയുടെ സന്ദേശം യോഗത്തിൽ കേന്ദ്രമന്ത്രിമാർ വായിച്ചു. സർവകക്ഷി യോഗത്തിന് തൊട്ടുമുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിർത്തിയിലെ നിലവിലെ സ്ഥിതിഗതികൾ അജിത് ഡോവൽ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ബുധനാഴ്ച പുലർച്ചെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെയും 9 ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ച് തകർത്തത്. പുലർച്ചെ 1:05 മുതൽ 1:30 വരെ നീണ്ടുനിന്ന 24 ആക്രമണങ്ങളായിരുന്നു ഇന്ത്യ നടത്തിയതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി, കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇന്ത്യയിൽ കര, നാവിക, വ്യോമസേനകൾ കനത്ത ജാഗ്രതയിലാണ്. ഏതൊരു തിരിച്ചടിക്കും മറുപടി നൽകാൻ പൂർണ്ണ സജ്ജമാണ് സേനകൾ.